നമസ്കാരം. മെഡിക്കൽ കോഴയോടെ മുഖമുയർത്താൻ കഴിയാതായ ബിജെപിക്കായി ആർഎസ്എസ് അരങ്ങത്തിറങ്ങി. തലസ്ഥാനത്ത് നടന്ന പ്രവർത്തകന്റെ കൊലപാതകം തലവേദനയാക്കാനാണ് ആർഎസ്എസിന്റെ അടവ്. ആർഎസ്എസ് ആഗ്രഹിച്ച പോലെ കോടിയേരി ആ കെണിയിൽ വീഴുകയും ചെയ്തു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആദ്യമായാണ് ആർഎസ്എസ് ആവശ്യപ്പെടുന്നത്. ഏർപ്പെടുത്തുന്നെങ്കിൽ ഏർപ്പെടുത്തിക്കോ എന്ന് കോടിയേരിയും കലാപക്കൊടി ഉയർത്തി. ഒരു ദത്താത്രേയയും ഒരു കോടിയേരിയും കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ല അത്. കേരളത്തിന്റെ ജനാധിപത്യത്തിന് നേർക്കുയരുന്ന ചോദ്യമാണത്. ആർഎസ്എസ് കാര്യാലയത്തിൽ നിന്നും AKG സെൻട്രലിൽ നിന്നുമല്ല അക്കാര്യത്തിൽ അന്തിമ തീർപ്പുണ്ടാകേണ്ടത്. ആർഎസ്എസ്സുകാരന്റെ അരുംകൊല അപലപനീയം തന്നെ. അതിനപ്പുറം കേരളമാകെ കൊലക്കളമായെന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. ഗവർണറെ കൊണ്ട് സമൻ ചെയ്യിച്ചും പാർലമെന്റിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചും അരുൺ ജെയ്റ്റ്ലിയെ അനന്തപുരിയിലിറക്കിയുമൊക്കെ നടക്കുന്ന കളികൾക്കൊടുവിലാണ് ആർഎസ്എസ് നേതൃത്വം അപായമണി മുഴക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ പഴയ രാഷ്ട്രപതി ഭവനല്ല. കറതീർന്ന BJP-ക്കാരനാണ് പ്രഥമ പൗരൻ. ഗവർണറെ വെച്ച് തുടങ്ങിയ കളി രാഷ്ട്രപതിയെ കൊണ്ട് പൂർത്തീകരിക്കാൻ അമിത്ഷായ്ക്ക് അധിക സമയം വേണ്ട. അങ്ങനെ കെണിവെച്ച് വീഴ്ത്താൻ കഴിയുന്നതാണോ കേരളത്തിന്റെ ജനാധിപത്യാവകാശം എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആർഎസ്എസ് ആവശ്യപ്പെടുന്നത് ഇടത് സർക്കാരിനുള്ള അപായമണിയോ? 2. ഒറ്റക്കൊലപാതകത്തിന്റെ പേര് പറഞ്ഞ് കേരളം കൊലക്കളമായെന്ന് കുറ്റപ്പെടുത്താമോ? 3. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ച നടപടി കേരളം പിടിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമോ? 4. ഓലപ്പാമ്പ് കാട്ടേണ്ടെന്ന കോടിയേരിയുടെ പ്രതികരണം കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിന്റെ തുറന്ന പ്രഖ്യാപനമോ? 5. അക്രമങ്ങളുടെ ഉത്തരവാദിത്തം CPM-ന് മേൽ കെട്ടിവച്ച ശേഷം സർവകക്ഷി യോഗം ചേരുന്നതിൽ കാര്യമുണ്ടോ? 6. കേന്ദ്രത്തിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് നേരിടാൻ പിണറായി നിയന്ത്രിക്കേണ്ടത് സ്വന്തം പാർട്ടിയെയോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പിണറായി സർക്കാരിന് അപായമണിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, കോൺഗ്രസ് വക്താവ് മുൻ MLA-മായ ജോസഫ് വാഴക്കൻ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ സണ്ണി M കബിക്കാട് എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.